അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്ടർ മുഹമ്മദ് ഷിബിലിയാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മൂത്രത്തിലെ പത കാണുമ്പോൾ പല ആളുകളും പേടിച്ച് എന്തോ വലിയ അസുഖമായി പോയി എന്നുള്ളത് ധാരണ വന്ന് ഡോക്ടറെ അടുത്തേക്ക് വരാറുണ്ട്. പലപ്പോഴും എൻ്റെ അടുത്ത് വരുമ്പോൾ അത് നോർമലായിട്ട് കാണുന്ന പതയായിരിക്കും. അപ്പോൾ അതിന് വലിയ ബേജാറാവേണ്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ബേജാറ് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ രീതിയിലൊക്കെ ഉണ്ടാവാറുണ്ട്. മനസ്സിന് സമാധാനം പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഈ നോർമൽ പതയും അതുപോലെ ഈ പ്രശ്നമുള്ള പതിയൊക്കെ മനസ്സിലാക്കാനും ഇങ്ങനെ പദങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യം എന്താണ് ഈ മൂത്രത്തിലെ പത എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ കിഡ്നി എന്ന് പറയുന്ന ഒരു ഫിൽറ്ററാണ്. ഈ ഫിൽറ്ററിൻ്റെ അകത്ത് കൂടെ കുറേ സാധനങ്ങൾ ഇങ്ങനെ കിഡ്നി ഫിൽറ്റർ ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. പക്ഷെ നോർമലി ഹെൽത്തി ആയിട്ടുള്ള ഒരാളെ കിഡ്നി ഒരിക്കലും ആൽബുമിന് ഒന്നും ക്ലിയർ ചെയ്യൂല. കാരണം ആ അരിപ്പക്ക് അത്ര വലുപ്പമില്ല. ഈ ആൽബുമിനും പ്രോട്ടീനൊന്നും പോകാനുള്ള വലുപ്പം അരിപ്പക്കില്ല. അപ്പോൾ ഒരുപാട് കാലം നമ്മൾ ഒരു അരിപ്പ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചെറിയ ചെറിയ ഹോളുകൾ വീയൂലേ. അതല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ അതിന് ഡാമേജ് വരുന്ന പരിപാടികൾ ചെയ്താൽ ആ ഹോൾ വലുതാവും. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടെ ഈ ആൽബുമിനൊക്കെ പുറത്തേക്ക് പോകാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഈ പ്രോട്ടീൻ പൗഡർ ഉണ്ട്, ജിമ്മിൽ പോകുന്ന ആൾക്കാരൊക്കെ, അവരൊക്കെ പ്രോട്ടീന് കുറച്ച് വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ നന്നായിട്ട് പതക്കും ആ പ്രോട്ടീൻ കലക്കിയ വെള്ളം. അതല്ലെങ്കിൽ പഞ്ചസാര നമ്മൾ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ പഞ്ചസാര കലക്കിയ വെള്ളം നന്നായിട്ട് പതക്കും, സാധാ വെള്ളം പതക്കുന്നേക്കാൾ. അതുപോലെയാണ് നമ്മൾ മൂത്രത്തിൽ ഈ ആൽബുമിൻ ഒരുപാട് പോകുമ്പോൾ അത് നന്നായിട്ട് പതക്കും. അതാണ് ഈ മൂത്രത്തിലെ പത എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾക്ക് പേടിക്കേണ്ട പത. പക്ഷേ നോർമലായിട്ടും ഈ പത കാണും. അതെപ്പോഴാണെന്നറിയോ? നമ്മൾ വെള്ളം കൂടി കുറയുമ്പോൾ അതിൽ ഈ മൂത്രം നന്നായിട്ട് കോൺസെൻട്രേറ്റ് ആയിട്ട് നിൽക്കും. രാവിലെ പ്രത്യേകിച്ചും രാത്രി ഒന്ന് മൂത്രമൊഴിക്കാതെ ഉറങ്ങിയതാണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാവും മൂത്രത്തിന്. അപ്പോൾ ആ മൂത്രം പിന്നെ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ പത വരും. അതുപോലെ നിന്ന് മൂത്രമൊഴിക്കുമ്പോൾ നല്ല ഫോഴ്സിലാണ് ഈ ടോയ്ലറ്റിൽ വന്ന് വീഴുക വെള്ളത്തിലേക്ക്. അപ്പോൾ നന്നായിട്ട് പതക്കും. ആ പതൊന്നും പ്രശ്നമുള്ള പതമല്ല. അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. അതുപോലെ നമ്മൾ ടോയ്ലറ്റ് എന്നും ഈ ഡിറ്റർജൻസ് യൂസ് ചെയ്തിട്ട് അതല്ലെങ്കിൽ ക്ലീൻ ആക്കുന്ന ആ ലായനികൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അപ്പോഴും ഈ ടോയ്ലറ്റിൽ പത കാണും. അപ്പം അങ്ങനെയൊക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ അത് അല്ല എന്ന് മനസ്സിലാക്കാൻ ഞാൻ ഈ പറയാൻ പോകുന്ന രീതിയിലാണോ നിങ്ങളെ പത നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ മൂത്രം ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റൊക്കെ ആ പത അതുപോലെ നിൽക്കുന്നുണ്ട്. അതല്ലെങ്കിൽ സിവിയർ കേസിലൊക്കെ ആണെങ്കിൽ എത്ര ഫ്ലഷ് അടിച്ചിട്ടും ആ പത പോകുന്നില്ല. അതിൽ മുമ്പ് സാബുൻ പൊടിയോ അങ്ങനെ ഒന്നും ഇട്ടില്ല എന്ന് എന്ത് ചെയ്യരുത്, ഉറപ്പ് വരുത്തണം കേട്ടോ. അങ്ങനെ ഫ്ലഷ് അടിച്ചിട്ട് പോകാത്തത്, മൂത്രം ഒഴിച്ച് കഴിഞ്ഞ് ഫ്ലഷ് അടിച്ചിട്ടൊന്നും ആ പത പോകുന്നില്ല. അപ്പം നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ ഡയബറ്റീസ് ഉള്ള ആളാണ്, പ്രഷർ ഉള്ള ആളാണ്, അങ്ങനത്തെ ആളുകൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പത വരുന്നുണ്ടെങ്കിലും നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട്. അതുപോലെ എപ്പോൾ മൂത്രം ഒഴിക്കുമ്പോഴും ഇതുപോലെ പത കാണുന്നുണ്ടെങ്കിലും പിന്നെ നമുക്ക് കാലിൽ നീരുണ്ട്, കണ്ണിൻ്റെ താഴ്ഭാഗത്തൊക്കെ നീരുള്ളതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ കാണിക്കണം. അതിന് മുന്നേ നിങ്ങൾക്ക് ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ തന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം. UACR എന്ന് പറഞ്ഞ ടെസ്റ്റാണ്, യൂറിൻ മൈക്രോ ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ. നമ്മൾ കിഡ്നിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ചെയ്യുക ക്രിയാറ്റിനാണ് ചെയ്ത് നോക്കുക. പക്ഷെ ക്രിയാറ്റിനല്ല, ക്രിയാറ്റിനൊക്കെ കൂടി വരാൻ നമുക്ക് കിഡ്നിക്ക് അത്യാവശ്യം ഡാമേജ് ഒക്കെ വന്ന് കിഡ്നി പ്രവർത്തനം കറക്റ്റ് നടക്കാതാവുമ്പോൾ കിഡ്നി ചെയ്യേണ്ട പണിയാണ് ഈ ക്രിയാറ്റിനൊക്കെ ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ ഈ സാധനം ഇങ്ങനെ ബ്ലഡിൽ അടിഞ്ഞു കൂടണം. അപ്പോഴാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്രിയാറ്റിൻ കൂടുള്ളൂ. പക്ഷെ കിഡ്നിക്ക് ചെറിയ ഡാമേജ് വരുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. അപ്പോൾ ഈ കിഡ്നിക്ക് ചെറിയ ഡാമേജ് വന്നാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റിയ ടെസ്റ്റാണ് യൂറിൻ മൈക്രോ ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ആ ടെസ്റ്റ് ഒന്ന് ചെയ്യുക. ആ ടെസ്റ്റിന് ഏകദേശം 400-450 രൂപയൊക്കെയാണ് നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഉള്ളത്. അപ്പോൾ ആ ടെസ്റ്റ് ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ്നിക്ക് ഡാമേജ് വന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർക്ക് നല്ല ഐഡിയ കിട്ടും. അവർ 30 ഈ ടെസ്റ്റിൻ്റെ നോർമൽ റേഞ്ച് വരുന്നത്. അപ്പോൾ 30 മുകളിലേക്ക് കുറച്ചങ്ങോട്ട് കൂടുമ്പോൾ നമ്മൾ ബേജാറാവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ടെസ്റ്റ് റിസൾട്ട് വരുമ്പോൾ കുറച്ച് കൂടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ബേജാറാവണമല്ല. നമ്മൾ ശീലങ്ങളൊക്കെ നിയന്ത്രിക്കുക, ഉപ്പ് കുറക്കുക, വെള്ളം ആവശ്യത്തിന് നല്ല കുടിച്ചു കൊടുക്കുക, പിന്നെ എക്സസൈസ് ശീലമാക്കുക. തടി ഇളകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു ദിവസം 20-25 മിനിറ്റ് നല്ല എക്സസൈസ് എടുക്കുക, നന്നായിട്ട് ഉറങ്ങുക. കാരണം ഉറക്കമില്ലെങ്കിൽ നമ്മൾ തടിക്ക് നമ്മൾ എന്ത് നല്ല ചെയ്തു കൊടുത്തിട്ടും കാര്യമില്ല. അതിന് നന്നാക്കി എടുക്കാനുള്ള സമയം എന്ന് പറഞ്ഞാൽ ഉറക്കമാണ്. ഉറക്കത്തിൻ്റെ സമയത്താണ് നമ്മളുടെ ബോഡിയിലുള്ള റിപ്പയറിങ് ഒക്കെ നടക്കുക. അപ്പോൾ അത് ശരിക്കാക്കി കൊടുക്കുക. പ്രത്യേകിച്ച് നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന ആളുകൾ, ഹെവി ആയിട്ട് ഡ്യൂട്ടി എടുക്കുന്ന ആളുകൾ, ഗൾഫിലുള്ള ആളുകൾ, ഹൗസ് ഡ്രൈവർമാർ ഗൾഫിലുള്ള, അപ്പോൾ അവർക്കൊക്കെ ആ ഉറക്കം ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ സമയം കണ്ടെത്തി തന്നെ വേണം നമ്മൾ തടി നമ്മളോട് പിണങ്ങി തുടങ്ങുമ്പോൾ കേട്ടോ. ആ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ കുറേയൊക്കെ അത് റെഡിയാവും. ഈ പദം വന്ന് തുടങ്ങുമ്പോൾ നമ്മളതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ, ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പേടിക്കാതെ ഈ ടെസ്റ്റുകൾ ചെയ്ത് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ സ്വന്തമായിട്ട് ഡോക്ടറാകാൻ പോകരുത്. ഇപ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ ഉണ്ടാവുകയും ചെയ്യും.
ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ ഇത്രയും ഒരു വിഷയമാണ്, സിമ്പിളായിട്ടുള്ള വിഷയമാണ് ഈ പത എന്ന് പറയുന്നത്. പല ആളുകളും പേടിച്ച് ബേജാറായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു സമാധാനം ഈ വീഡിയോ കൊണ്ട് കിട്ടട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലുള്ള ഒരുപാട് കാര്യം നമുക്ക് പറയാനുണ്ട്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റിൽ ചോദിക്കാൻ കഴിയുമ്പോഴൊക്കെ റിപ്ലൈ തരാൻ നോക്കുന്നുണ്ട്. പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ വീണ്ടും കാണാം. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷിബിലി, പൂക്കോട്ടൂർ മിസ്രിയ ഹെൽത്ത് കെയറിലെ ചീഫ് ഫിസിഷ്യനാണ്. അസ്സലാമു അലൈക്കും.